ഹലോ നമസ്കാരം, ഏവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 2026 ബഡ്ജറ്റ് വരാൻ പോവുകയാണ്. എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി 1-ലാണ്. നേരത്തെ 2017 വരെ അത് ഫെബ്രുവരിയുടെ അവസാന വർക്കിംഗ് ഡേയിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ടാർഗറ്റ് ആയിരുന്നു 2047 ആകുമ്പോഴേക്കും രാജ്യത്തിനെ ഒരു ഡെവലപ്ഡ് രാജ്യമാക്കുക, അല്ലെങ്കിൽ ഒരു വികസിത ഭാരതമാക്കുക എന്നുള്ളത്. അതിനായി രാജ്യം ഒരു 30 ട്രില്യൺ എക്കോണമി ആകേണ്ടിയിരിക്കുന്നു. അതിനിടയിലുള്ളൊരു ഷോർട്ട് ടൈം ടാർഗറ്റായിട്ട് നമ്മൾ മുന്നോട്ട് വെച്ചത് 2025 ഇന്ത്യ ഒരു 5 ട്രില്യൺ എക്കോണമി ആകും എന്നുള്ളതായിരുന്നു. അടുത്തിടെ കണ്ടുവന്ന ന്യൂസുകൾ അതിനെ ശരിവയ്ക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ലോകത്തിലെ തന്നെ നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. ജപ്പാനെയും പുറകിലാക്കിക്കൊണ്ട് ഇന്ത്യ ഇപ്പോൾ 4.187 ട്രില്യൺ എക്കോണമി എന്ന രീതിയിൽ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ന് ഇന്ത്യ മാറിയിരിക്കുന്നു, അല്ലേ? ഏറ്റവും മുകളിൽ US ഉണ്ട്, തൊട്ട് താഴെ ചൈനയുണ്ട്. ഇനി നമുക്ക് മറികടക്കാനുള്ളത് യൂറോപ്പിൻ്റെ പവർ ഹൗസ് ആയിട്ടുള്ള ജർമ്മനിയെയാണ്. 5 ട്രില്യൺ എക്കോണമി എന്ന ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിലും ഏകദേശം അതിനോട് അടുത്തൊരു വാല്യൂ തന്നെ നമ്മൾ എത്തിയിരിക്കുന്നു. 2027 ആകുമ്പോഴേക്കും യൂറോപ്പിൻ്റെ പവർ ഹൗസ് ആയിട്ടുള്ള ജർമ്മനിയെ മറികടന്ന് രാജ്യം ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ 2047 രാജ്യം ഒരു വികസിത ഭാരതമാകട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അപ്പോൾ ആ ഒരു വാർത്തകൾ നമ്മൾ എപ്പോഴും കേൾക്കുമ്പോഴും പിന്നീട് വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, അല്ലേ? ഇപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ കണ്ടത് 123 രാജ്യങ്ങളുടെ കണക്കെടുത്തപ്പോൾ 102-ാം സ്ഥാനത്തേക്കാണ് ഇന്ത്യ ഉള്ളത്. നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ്, ശ്രീലങ്കയും ഒക്കെ നേപ്പാളും ഒക്കെ നമ്മളെക്കാൾ ഒരുപാട് മുന്നിലാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ ഇപ്പോഴും ഈ ഒരു സീരിയസ് കാറ്റഗറി എന്ന വിഭാഗത്തിൽ 25.8 സ്കോറോടുകൂടി സീരിയസ് എന്ന കാറ്റഗറി വിഭാഗത്തിലാണ് ഇന്ത്യയുടെ പട്ടിണി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ ഇപ്പോഴും ഇത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറിയിട്ട് കൂടിയും ഇത്രയധികം ആളുകൾ ഇന്ത്യയിൽ ഇപ്പോഴും പട്ടിണി കിടക്കുന്നു, അല്ലെങ്കിൽ പട്ടിണി അനുഭവിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ ഒരു പട്ടിണിയെ മറികടക്കാൻ വേണ്ടിയിട്ട് താഴെത്തട്ടിലേക്ക് വികസനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ് അവതരിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 105-ാം സ്ഥാനത്ത് നിന്ന് 102-ാം സ്ഥാനത്തേക്ക് രാജ്യം പട്ടിണിയുടെ കാര്യത്തിൽ എത്തിയത് ചെറിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഇപ്പോഴും സീരിയസ് കാറ്റഗറി എന്ന വിഭാഗത്തിൽ തന്നെയാണ് ഇന്ത്യ ഉൾപ്പെടുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഗുരജട അപ്രാവുവിൻ്റെ ഒരു ഫേമസ് സേയിങ് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബഡ്ജറ്റ് ആരംഭിച്ചത്. എ കൺട്രി ഈസ് നോട്ട് ജസ്റ്റ് ഇറ്റ് സോയിൽ, എ കൺട്രി ഈസ് ഇറ്റ്സ് പീപ്പിൾ. ഒരു രാജ്യമെന്നത് അതിൻ്റെ മണ്ണ് മാത്രമല്ല, അതിൻ്റെ ഭൂമി മാത്രമല്ല. ഒരു രാജ്യമെന്നത് അവിടുത്തെ ജനങ്ങളാണ്, അവിടുത്തെ മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ രാജ്യത്തിൻ്റെ വികസനം എന്നത്, രാജ്യത്തിൻ്റെ വളർച്ച എന്നത്, രാജ്യത്തിൻ്റെ എക്കോണമി ഗ്രോത്ത് മാത്രം നമ്മൾ പരിഗണിച്ചാൽ പോരാ. ആ രാജ്യത്തെ ഓരോ ജനങ്ങളും അതിനനുസരിച്ച് വികാസം സംഭവിക്കുന്നു, അവരും ആ വളർച്ചയുടെ ഭാഗമാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് തീർച്ചയായിട്ടും അനിവാര്യം തന്നെയാണ്. 2025 ബഡ്ജറ്റിൽ 4 വികസന എഞ്ചിനുകളാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് കൃഷിയിലാണ്. എന്നാൽ കൃഷിയാകട്ടെ ഏറ്റവും കുറവ് വരുമാനം തരുന്ന ഒരു മേഖലയും. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ പകുതിയോളം ജനസംഖ്യ ആശ്രയിക്കുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കുന്ന കൃഷി വളരേണ്ടത് വളരെ അനിവാര്യം തന്നെയാണ്. 2025 4 വികസന എഞ്ചിനുകൾ: 1 കൃഷി, 2 MSMEക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നു, 3 കയറ്റുമതിക്ക് പ്രാധാന്യം കൊടുത്തു, 4 നിക്ഷേപത്തിന് പ്രാധാന്യം കൊടുത്തു. ഈ 4 വികസന എഞ്ചിനുകളെയാണ് നമ്മൾ 2025 ബഡ്ജറ്റിൽ നമ്മൾ മുന്നോട്ട് വെച്ചത്. ഇനി ഈ ഫെബ്രുവരി 1-ന് വരാൻ പോകുന്ന ബഡ്ജറ്റിൽ എന്തൊക്കെ വികസന എഞ്ചിനുകളായിരിക്കും ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുക? അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ പോലെ രാജ്യത്തെ പട്ടിണിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും ഒരു സമഗ്ര വികസനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ 2026 ബഡ്ജറ്റിൽ പറയുന്നുണ്ടാവും? അതിലെന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടുക എന്നുള്ള കാര്യങ്ങൾ ബഡ്ജറ്റ് വരാൻ പോകുന്നു. അന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബഡ്ജറ്റിൻ്റെ വീഡിയോയിലൂടെ നമുക്ക് കാണാം.